ഹായ്, അങ്ങനെ നമ്മുടെ കേരള വിഷന്റെ ഗോൾ സോൺ കൺട്രി കാസർഗോഡ് നിന്ന് തുടങ്ങിയ ഈ യാത്രയാണ്. പല ജില്ലകൾ പിന്നിട്ട് ഇതാ നമ്മുടെ തൃശ്ശൂരിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് നിന്ന് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളവും പിന്നിട്ടാണ് നമ്മളിപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള വളരെ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള തൃശ്ശൂരിൻ്റെ ഒരു സൈനേജ് എന്ന് തന്നെ പറയാവുന്ന ലൂർദ് ചർച്ചിലാണ് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഇവിടുത്തെ കൂട്ടുകാരും ഒരു ലഹരി വിരുദ്ധ ഒരു ചിത്ര പ്രദർശനമൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കാണ് ഇന്ന് നമ്മൾ ഫുട്ബോൾ ലഹരിയുമായി എത്തിയിരിക്കുന്നത്. മാതാവ് ചെറുതായിട്ട് ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ചിത്രങ്ങൾ കണ്ടാൽ അറിയാം ഇത് ഏത് പ്രായക്കാരാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് എന്നല്ലേ. നമുക്ക് എന്തായാലും കൊച്ചു കൂട്ടുകാരുടെ ഒരു ശ്രമമാണ്. സേ നോ ടു ഡ്രഗ്സ്, ഡ്രഗ്സ് എൻഡ് ഓൾ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്യാപ്ഷനൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് അവരും ഈ ഒരു ഓപ്പറേഷൻ തൂഫാന്റെ ഒരു ഭാഗമായിട്ട് ചേർന്നിരിക്കുകയാണ്. ഇത് ഒരു വലിയ ലഹരിയായിട്ട് ഈ ആന്റി ഡ്രഗ്സ് ക്യാമ്പയിൻ പടരട്ടെ. ഞങ്ങൾ കപ്പ് എടുക്കുകയും ചെയ്യും, ഈ വേൾഡ് സ്വന്തമാക്കുകയും ചെയ്യും. അർജന്റീനൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പും അവർ തന്നെ കൊണ്ടുപോകും. ഞങ്ങളെ സംബന്ധിച്ച് പോർച്ചുഗൽ പോയ സ്ഥിതിക്ക് മെസ്സി അർജന്റീനക്ക് കിട്ടരുതെന്ന് മാത്രമേ. ഇതാണ് ഈ മനോഭാവം. ഈ മനോഭാവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തർക്കങ്ങളും. ഹായ്, കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രി അങ്ങനെ തൃശ്ശൂർ ജില്ലയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ തൃശ്ശൂരിലെ പാവർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, എൻ്റെ അടുത്ത് പോർച്ചുഗൽ നിൽപ്പുണ്ട്, അർജന്റീന ഫാൻസ് നിൽപ്പുണ്ട്, പിന്നെ നമ്മള് ബ്രസീൽ ഫാൻസ്. ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വേൾഡ് കപ്പിനേക്കാളും വീറും വാശിയേറിയ മത്സരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും അർജന്റീന ഇപ്പോൾ കുതിപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ ആദ്യത്തെ കളിയിൽ നമ്മുടെ ബാക്കി ഈ നിൽക്കുന്ന കൂട്ടുകാരെല്ലാം ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതായത് ഗോളിയല്ല റഫറിയെ കൂട്ടുപിടിച്ച് ജയിച്ചതാണെന്ന്. പക്ഷെ അതിന് കഴിഞ്ഞ കളിയിലൂടെ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ കളിയിൽ നമുക്കൊന്നും പറയാനില്ല. ഫിഫയുടെ പ്രസിഡന്റ് സ്വിറ്റ്സർലൻഡുകാരൻ, റഫറിമാര് പോർച്ചുഗൽ. അപ്പോൾ നിങ്ങൾക്ക് അവർക്കൊന്നും പറയാനില്ല. ഇനി എല്ലാവരും വായടച്ചിരിക്കുകയാണ്. 3-1 പറഞ്ഞ് തിരിച്ചു കൊടുത്തപ്പോ ഒന്നും പറയാനില്ല. ഒന്നും പറയാൻ എന്താണ് ഒന്നും പറയാത്തത്? തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഫൗള് വിളിച്ച ഒരു പാർട്ടിക്ക് 2 യെല്ലോ കാർഡ് 2 റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്താണ് പറഞ്ഞു വിട്ടു? ആ റെഡ് കാർഡ് എന്തിനാണ് റെഡ് കാർഡ് കൊടുത്ത് 2 യെല്ലോ കാർഡ് കണ്ടിന്യൂസ് 2 യെല്ലോ കാർഡ് വന്നുകൊണ്ടാണ് റെഡ് കാർഡ് കൊടുത്തത്. ഇപ്രാവശ്യത്തെ 26 ഫിഫയുടെ പരിപാടികളൊക്കെ ഒരുമാതിരി ഞങ്ങൾക്ക് തൃപ്തിയില്ല. അല്ല, നിങ്ങൾ അതായത് പോർച്ചുഗൽ കളിക്കുന്നവരെ നിങ്ങൾ ഈ ആരോപണം ഒന്നും പറഞ്ഞില്ല. ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ വന്നില്ല പറഞ്ഞു തുടങ്ങിയത് ആരോപണമുണ്ട്. ആരോപണമില്ല. പോർച്ചുഗലിനെ സംബന്ധിച്ച് റൊണാൾഡോ ഇല്ലാതെ പോർച്ചുഗൽ ഇല്ല. പോർച്ചുഗലൊക്കെ പോയി ചേട്ടാ. അവർക്ക് കുറച്ച് മോനോടിഞ്ഞ പെൻസിൽ പോലെ വർത്തമാനം. ഈ അർജന്റീന ഇപ്പൊ ജയിച്ചത് 19ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ ടീമായിട്ടാണ്. ഇതുവരെ നല്ലൊരു ടീമായിട്ട് മെയിൻ 12 ടീമിലായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ടീമായിട്ട് മുട്ടിയിട്ടില്ല. ഇവരെങ്ങനെയാണ് ജയിച്ചത്? അതിലാണ് ഇന്നത്തെ കളിയിൽ പറയും. ഇന്നത്തെ കളിയില് ഫിഫ പറഞ്ഞത് എന്താ, ക്യാപ്സ്യൂൾ ഇറക്കുന്ന പോലെയാണ് മിസ്റ്റേക്കൺ ഐഡന്റിറ്റി. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇന്ന് റെഡ് കാർഡ് കൊടുത്തത്. ആ ടീമിന് ഇൻസൾട്ട് ചെയ്തവരെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളിക്കാരൻ കോർട്ടിന്റെ പകുതി എന്ത് അഭിനയിച്ചു. ഇപ്പൊ മെസ്സി അഭിനയിച്ചിട്ടില്ലേ, പെനാൽറ്റി കോർട്ടിൽ വീട്ടിൽ ഊറിട്ടില്ലേ, മഞ്ഞക്കാട് കിട്ടിയിട്ടില്ല. ഒരു അഭിനയം ഉണ്ടായിട്ടില്ല. ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം അയാള് ഫൗൾ ചെയ്തിട്ട് മറ്റവനെ കുറ്റപ്പെടുത്തിയത് അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. തട്ടി പറഞ്ഞു വീണു. പക്ഷെ ഒരു സെന്റർ പോയിന്റ് കാർഡ് കൊടുക്കാനുള്ള ഫൗൾ ഇല്ല. അല്ല, ഒരു മിനിറ്റ്. അതായത് ഇപ്പൊ പുതിയ ഒരു ആരോപണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മെസ്സിയെ നിലനിർത്തിയില്ലെങ്കിൽ വേൾഡ് കപ്പിന്റെ ടിക്കറ്റിന് വില മെയിൻ ടീമോട് തോറ്റപ്പോ ആക്ച്വൽ പ്രോബ്ലം അതാണ്. ഈ ലെജൻസിനെ വെച്ചിട്ടാണ് ഈ വേൾഡ് കപ്പ് കൊണ്ടുപോകുന്നത്. ഫിഫയ്ക്ക് ഈ ഫണ്ട് ഇത് ഉണ്ടാക്കലാണ് മണി. അല്ല, അതിനൊരു തെളിവുണ്ട്. ഇപ്പൊ CR7 ഔട്ടായപ്പോഴേക്കും ടിക്കറ്റിന്റെ വില കുറഞ്ഞു. അപ്പൊ അതാണ് ഇവർ കണ്ടുപഠിക്കേണ്ടത്. പഠിക്കട്ടെ. ന്യൂസ് ഉള്ളത് പോർച്ചുഗലിന്റെ ടീം CR7 ഉള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ള ടീം പുറത്തായതോടുകൂടി
ടിക്കറ്റിന്റെ വില പകുതി കുറഞ്ഞു. മെസ്സിയും കൂടെ പോയി ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി അത് വരും. കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിഫയുടെ കാര്യമുള്ളത് കൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായില്ലേ? ലെജൻസ് ആയിട്ട് ഒരു ടീം ഉണ്ടെങ്കിൽ അർജന്റീന മാത്രമുള്ളത് അവരുടെ പറഞ്ഞു കഴിഞ്ഞില്ലേ? മെസ്സി ഇല്ലെങ്കിൽ അർജന്റീന ഇല്ല. ബാക്കി ടീമുകൾ അങ്ങനെയല്ല, ഒരുമിച്ച് ഇപ്പൊ നല്ല എല്ലാ ചെറിയ ടീമുകൾ വരെ. അതുപോലെ ചേട്ടാ, അതുപോലെ ഇവിടെ പോർച്ചുഗലിനോടൊരു ചോദ്യം. അതായത് പലപ്പോഴും ഇത് റൊണാൾഡോയ്ക്ക് നിങ്ങൾ അവസരം കൊടുക്കുന്നില്ല, സഹകളിക്കാര് അവസരം കൊടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതില്ല, അത് അവർ ഉന്നയിക്കുന്നത്. പക്ഷെ പോർച്ചുഗലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്ഷേപമില്ല. റൊണാൾഡോ ഈസ് കമ്മിങ് അനദർ നെക്സ്റ്റ് ഫിഫ റൊണാൾഡോ വരുന്നുണ്ട്. 4 വർഷം കഴിഞ്ഞ് പുള്ളി വീണ്ടും കളിക്കുന്നുണ്ട്. വരും. ഞങ്ങളുടെ കോച്ചിന്റെ ഒരു തെറ്റുപറ്റി. നെയ്മറിന് കളത്തിലിട്ടുണ്ടെങ്കിൽ നെയ്മർ എന്താണ് പെട്ടെന്ന് ഈ വികാരാധീനായിട്ട് പെട്ടെന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു, പിന്നെ വീണ്ടും വരുന്നു എന്ന് പറയുന്നത്. അവർ കോച്ചിന്റെ ഒരു ചെറിയ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കിയത്. കോച്ച് അവനെ ഇറക്കിയില്ല. എന്തുകൊണ്ട് ഇറക്കിയില്ല അത് നമുക്കറിയില്ല. അത് അവരുടെ ടീമിനുള്ള പ്രോബ്ലംസ് ആണ്. അത് ടീമിനകത്തുള്ള ഇന്റർണൽ പ്രോബ്ലംസ് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഇല്ല. സാധാരണ ആൾക്കാർക്കൊക്കെ മനസ്സിലായി. നമ്മൾ വാക്കുകൊണ്ടല്ല, കളിച്ച് കാണിച്ചിട്ടാണ് വിജയിക്കുന്നത്. കളിക്കുന്നതിലെ ഫിഫ കൂടി അർജന്റീനയോടൊപ്പം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പ് വീണ്ടും എടുക്കും. ഞങ്ങൾ കപ്പ് എടുക്കുകയും ചെയ്യും, ഈ വേൾഡ് കപ്പ് സ്വന്തമാക്കുകയും ചെയ്യും. അർജന്റീനയോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പും അവർ തന്നെ കൊണ്ടുപോകും. നിലവിൽ ആര് കപ്പ് ഉയർത്തണമെന്നാണ് നിങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇംഗ്ലണ്ട് കപ്പ് ഉയർത്തണമെന്നാണ്. ഇംഗ്ലണ്ട് കപ്പ് ഉയർത്തണം. ഞങ്ങളെ സംബന്ധിച്ച് പോർച്ചുഗൽ പോയ സ്ഥിതിക്ക് മെസ്സി അർജന്റീനക്ക് കിട്ടരുതെന്ന് മാത്രമേ. ഇതാണ് ഈ മനോഭാവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തർക്കങ്ങളും. ഇതെല്ലാം പോട്ടെ, ഈ ഫിഫയുടെ ഇപ്രാവശ്യം എല്ലാരും കൂടെ ഞെട്ടിയതാണ് ട്രംപ് കാർഡ്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ചുവന്ന കാർഡ്, അമേരിക്കക്ക് കിട്ടിയ ചുവന്ന കാർഡ് പിൻവലിച്ചുകൊണ്ട് ട്രംപ് കാർഡ് ഇറക്കി. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ട്രംപിന്റെ ഒരു കളിയാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. അതൊക്കെ ഫുട്ബോളിൽ രാഷ്ട്രീയം കലർത്തണോ? അതാണ് ട്രംപ് ഫിഫ ഒക്കെ അർജന്റീന ഭാഗത്താ. അർജന്റീന ഭാഗത്താ? നിങ്ങൾ അർജന്റീന അല്ലായിരുന്നോ? ഇതിപ്പോ അങ്ങനെ പറഞ്ഞു കൈവിട്ടു പോയി. ഇതാ പുതിയ തലമുറ. മക്കളെ എന്താണ് പറയണേ? റൊണാൾഡോയ്ക്ക് എന്താണ് പ്രാവശ്യം? റൊണാൾഡോയുടെ ടീം ഔട്ടായത് കൊണ്ട് എന്താണ് മോന് സങ്കടമാണോ? അല്ല, അവര് നന്നായി കളിച്ചിട്ടുണ്ട്. സ്പെയിനെ കൊറേഷ്യനായിട്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ സ്പെയിനായിട്ട് തോറ്റു. എന്നാലും നന്നായി കളിച്ചു. സൂപ്പറായിട്ടുണ്ട്. ആരാധകർ സന്തോഷത്തിലാണ്. റൊണാൾഡോ ഫ്രാൻസ് അല്ലെങ്കിൽ സ്പെയിൻ കപ്പ് എടുക്കണം. ഫ്രാൻസ് അല്ലെങ്കിൽ എന്ത് വേണേലും മോഹിക്കാം. അങ്ങനെയല്ല പറഞ്ഞ അർജന്റീന എടുക്കാൻ പാടില്ല ആഗ്രഹമുള്ളൂ. ഓക്കെ, അപ്പൊ ശരി. അപ്പോ ഇത് തന്നെയാണ് ഇനി ചോദിക്കാനുള്ളത്. ഉറപ്പായിട്ടും അർജന്റീന കപ്പെടുക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്രാവശ്യം ആര് നമ്മൾ പറഞ്ഞു പൊട്ടക്കളിയാണ്, പിന്നെ മറ്റേ വെതുക്കെ നടത്തിയെന്നൊക്കെ പറഞ്ഞു. ശരിക്കും നിങ്ങളെ ഒരു വിലയിരുത്തൽ വെച്ച് ഇപ്രാവശ്യം ആര് കപ്പ് ഉയർത്തണം? ഫ്രാൻസ് 2 ഗോൾ അടിച്ച് ജയിക്കും. അർജന്റീന ജയിക്കും. വെറുതെ സ്പെയിൻ എടുക്കുമെന്നും പറയുന്നു. ഇനി ഞാൻ ഒരു ചോദ്യം, കാരണം നമ്മൾ ഇത്രയും ഫുട്ബോൾ നോളജ് ഉള്ളത് നിൽക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരനെ തെളിയിച്ചതാണ്. എന്താണ് നമ്മള് ഇന്ത്യ ഒരു വേൾഡ് കപ്പ് കളിക്കുക? എന്താണ് അതിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ കയറിയിട്ടുണ്ട്. ഇല്ല, 148 പോയി. 124 ഉണ്ടായിരുന്നു, 148 താഴെയാണ് ചെയ്തത്. അപ്പൊ ഇത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഈ പ്രായത്തിൽ തുടങ്ങണം. കേരള നമ്മുടെ സന്തോഷ് ട്രോഫി പ്ലെയർ ആയിട്ടുള്ള CK വിനോദ് പറഞ്ഞതിൽ കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ചെറുപ്പം മുതലേ, അതായത് CK വിനോദ് അഭിമുഖത്തിൽ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാന് 18 വയസ്സിന് ശേഷമാണ് പ്രൊഫഷണലി ഒരു ഫുട്ബോളിന്റെ ട്രെയിനിങ്ങിന് പോയി എന്നാണ് ആൾ പറഞ്ഞത്. 18 വയസ്സിന് ശേഷം 17 വയസ്സിൽ ഗോൾ അടിച്ചു. 15ാമത്തെ വയസ്സിലെ ഗോൾ അടിച്ച പ്ലെയർ യാമിൻ യമാൽ, സ്പെയിന്റെ കളിക്കാരൻ, ഇപ്പൊ 15 വയസ്സ് 17 വയസ്സാണ് ഇപ്പൊ കളിക്കുന്നത്. അപ്പൊ പ്രൊഫഷണൽ പെലെയുടെ ആദ്യത്തെ ഗോൾ 17ാമത്തെ വയസ്സിലാണ്. അപ്പൊ പ്രൊഫഷണലി ഇങ്ങനത്തെ ഫുട്ബോളിന്റെ ട്രെയിനിങ് നമ്മൾ തുടങ്ങുന്നത് ചെറിയ സ്കൂളുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് സത്യം. നമുക്ക് ഒരു പ്രതീക്ഷ വേണമെങ്കിൽ അങ്ങനെ വേണം. അതില് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് അല്ലേ? നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കളികളൊന്നുമില്ല. ക്രിക്കറ്റിനെ പോലെ കളിയില്ലെങ്കിൽ ഇന്ത്യ ടീം ഏറ്റവും ടോപ്പിൽ. ഇപ്പോഴത്തെ സ്ഥിതി നോക്കുമ്പോ ക്രിക്കറ്റിന്റേതായ ലൂപ്പോൾസ് കാര്യങ്ങളൊക്കെ ഫുട്ബോളിലും കൂടി വന്നു തുടങ്ങി. അപ്പൊ ഫുട്ബോൾ കാണാനുള്ള ആൾക്കാർ അടുത്ത പ്രാവശ്യം കുറയും, സ്വാഭാവികമായിട്ട് കുറയും.
കൺട്രി വരെ ഫുട്ബോൾ ടീമിനെ കയറ്റി വന്നിട്ടുണ്ട്. പിന്നെന്താ 48-ാം സ്ഥാനത്താണ് അപ്പോ നമ്മുടെ എന്തായിരുന്നാലും ആരോഗ്യകരമായ തൃശ്ശൂർ വന്നപ്പോഴേക്കും ഇവിടെ എനിക്ക് തോന്നുന്നു USA പോലും കാണാത്ത ആവേശമാണ് പല ടീമിൽ നിന്നും കാണുന്നത്. USP ഞങ്ങളുടെ ക്ലബ്ബ് ഞങ്ങൾ തകർക്കാൻ പോണ്. ഇന്ന് തകർക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് 4 ടീമുകൾ പങ്കെടുക്കുന്ന ഷൂട്ടൌട്ട് മത്സരമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. 24-ലധികം കാസർഗോഡ്, മലപ്പുറം, തൃശ്ശൂർ ജില്ല എല്ലാവരും കൂടിയിട്ട് ഇന്ന് ഒരു ജില്ലാ ടീമുകൾ 24 ടീമുകൾ ഇനി ഇവിടെ ഷൂട്ടൌട്ട് മത്സരം അരങ്ങേറാൻ പോവുകയാണ്. ഇനി കേരള വിഷന്റെ ഗോൾ സോൺ കൺട്രിയില് എന്താണ് ഒരു ഷൂട്ടൌട്ട് ലഹരി കാഴ്ചയാണ്. ഇവിടെ ഞങ്ങളുടെ മനസ്സിൽ എല്ലാവരും ഒന്നാണ്. യെസ്. അപ്പൊ വളരെ ചൂട് പിടിച്ച ചർച്ചയായിരുന്നു ഇവിടെ നടന്നത്. ഇതിലിപ്പോ ആരാ വിജയിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും ഇതൊരു ഷൂട്ടൌട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഷൂട്ടൌട്ടിലേക്ക് ഞാൻ അർജന്റീനയിൽ നിന്നൊരു പ്ലെയറെ ക്ഷണിക്കുന്നു. അർജന്റീനയിൽ നിന്ന് ആര് വരുന്നു? ഞാൻ വരുന്നു. അപ്പൊ ഉറപ്പായിട്ടും പോർച്ചുഗലിന് വന്നിട്ട് കാര്യമില്ല, അടിച്ചിട്ട് കാര്യമില്ല. എന്നാലും സ്പെയിനിന് വേണ്ടി അടിക്കാം. സ്പെയിനിന് വേണ്ടി അടിക്കാൻ പോവുകയാണ്. പോർച്ചുഗലിന് വേണ്ടി ഈ മോനെ ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഇവിടെ ബ്രസീൽ ആര് വരും? ഞാൻ വരും. അങ്ങനെ ഈ 3 ടീമും ഈ ഏറ്റുമുട്ടിയിട്ട് ഇതിൽ വിജയിക്കുന്നവരുടെ അഭിപ്രായത്തെ ഞാൻ ശരിവെക്കാൻ പോകുന്നു. അടുത്ത ആൾക്കാരോട് അർജന്റീന ഇന്ന് അർജന്റീനയുടെ കഴിഞ്ഞ കളി ഗംഭീരമായിരുന്നു. എന്താണ് സന്തോഷം? പറഞ്ഞോളൂ. കപ്പടിച്ച് മോനെ, അത്രേ പറയാനുള്ളൂ. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ചർച്ച ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോകുന്നത്. അർജന്റീന അതാണ്. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ചർച്ച ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോകുന്നത്. അതിനും നമ്മുടെ തൃശ്ശൂരിലെ ഫുട്ബോൾ ലഹരി സാക്ഷ്യമാകുകയാണ്. ഉറപ്പായിട്ടും. അങ്ങനെ നമുക്ക് ഗോൾ അടിച്ചുകൊണ്ട് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം വരുന്നത് ബ്രസീൽ. അപ്പൊ നമ്മുടെ ഗോളിയെ ഞാൻ ഒന്ന് പരിചയപ്പെട്ടിട്ടെ. നമ്മുടെ ഫ്രാൻസിന്റെ ഗോളിയാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, തടുത്തിരിക്കും. അപ്പൊ ആദ്യം ബ്രസീൽ. ഓക്കെ, അങ്ങനെ ബ്രസീൽ വീണ്ടും ഇവിടെ ഔട്ടായിരിക്കുകയാണ്. അടുത്ത അർജന്റീനയിൽ അർജന്റീന ഇറങ്ങിയിട്ടുണ്ട്. ബ്രസീൽ വീണ്ടും കയറി. നമുക്കറിയാം, നമ്മളെ എത്ര കണ്ടല്ലേ. അർജന്റീന അതാണ് ഇപ്പൊ മനസ്സിലായല്ലേ ഇവിടെ യാതൊരു ഒത്തുകളിയും ഇല്ലാന്ന്. അടുത്തിനി വരാൻ പോകുന്നത് ഇംഗ്ലണ്ടാണ്. നമ്മൾ ആരും അതായത് ഈ കുറച്ച് നാളായിട്ടുള്ള യാത്രയില് നമ്മൾ ഇംഗ്ലണ്ടിന്റെ ഫാനിനെ എവിടെയും കണ്ടില്ല. പക്ഷേ കളി വാശിയിലേക്ക് പോകുമ്പോഴേക്കും ഇംഗ്ലണ്ടിന്റെ ആരാധകർ നമ്മൾ കണ്ടു തുടങ്ങി. അത് കളി അവരുടെ അടുത്തല്ല. ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ ഏത് ടീമിന്റെ ആരാധകനായിരുന്നു? അത് കുറച്ച് ബുദ്ധിമുട്ടാവും പറയാൻ. സത്യങ്ങൾ ഇവിടെ പറയാൻ സമ്മതിക്കരുത്. ഇംഗ്ലണ്ട് അങ്ങനെ ഇംഗ്ലണ്ടും വഴി പുറത്തേക്ക് പോയി. ഒരിടത്ത് അഭയം പ്രാപിച്ചതാണ്, അതും കയ്യിന്ന് പോയി. അടുത്തതാ വരുന്നു. കുട്ടികളുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് നിസ്സംശയം പറയാം അത് CR7 ആണ്. CR7 അതായത് കുട്ടികളല്ലേ, ഫ്രീ ഫയറിൽ വരെ CR7 കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് ഇതാ പോർച്ചുഗലിന്റെ ആരാധകർ എത്തിക്കഴിഞ്ഞു. മോനെ എന്തൊരു ടെക്നിക്കായിരുന്നു. പക്ഷെ അത് ഫ്രാൻസിന്റെ ഗോളിയുടെ മുന്നിൽ അത് ഏറ്റില്ല. നമുക്ക് മാത്രം ഗോൾ അടിക്കാൻ പറ്റുമോ? ബാക്കി ആരടിച്ചും ഗോൾ ആവില്ല. എത്ര കരുത്തം ഗോളി എന്നാലും നിസ്സാരമായിട്ട് നമുക്കതൊക്കെ അടിക്കും. അടുത്ത് സ്പെയിൻ. ഓക്കെ, ഇതുവരെ ഇവിടെ നമ്മളെ ചർച്ചകളിലും അല്ലെങ്കിൽ വേൾഡ് കപ്പിലും നടക്കുന്ന പോലെ ഇവിടെ അർജന്റീന തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ഒടുവിൽ സ്പെയിൻ ഇറങ്ങുകയാണ്. ഫ്രാൻസിന്റെ ഗോളി താരമായി കൊണ്ടുവരികയാണ്. അങ്ങനെ സ്പെയിൻ. അപ്പൊ നമുക്ക് ഇനി വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കാനായിട്ട് നമ്മുടെ മലയാള വീട്ടമ്മമാരുടെ പ്രിയങ്കരനായ ഒരു സെലിബ്രിറ്റിയാണ് എത്തിയിരിക്കുന്നത്, ടിറ്റോ പുത്തൂർ, ആക്ടർ. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഗോളിക്ക് കൊടുത്തേക്കാം അല്ലേ? ഗോളിയുടെ പ്രകടനം. ഫ്രാൻസിന്റെ ഗോളി നന്ദിലത്ത് G-Mart സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുട്ബോളാണ്.
വീണ്ടും അടുത്ത നമുക്ക് സ്പെയിൻ നന്ദിലത്ത് ജിമാർട്ട് സ്പോൺസർ ചെയ്യുന്ന അടുത്ത സമ്മാനം സ്പെയിന്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന അർജന്റീന. നന്ദിലത്ത് ജിമാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുട്ബോൾ. ഓക്കെ, ഫ്രാൻസ് ഇവിടെ കാണിച്ചു. ഫ്രാൻസ് ആവേശഭരിതമായ പൂരങ്ങളുടെ നാട് വെറുതെ അല്ല ആവേശം എന്ന് പറയുന്നത്. നമ്മൾ ഫുട്ബോളിലും കണ്ടു പൂരങ്ങളുടെ നാടിന്റെ ആവേശം. എന്തായിരുന്നാലും ആവേശകരമായ ഈ ഒരു മത്സരത്തിന് ശേഷം വൈകിയുടെ ഒരു പാട്ട് കേട്ട് അടുത്ത ജില്ലയിലേക്ക് മടങ്ങാം. എല്ലാവർക്കും വേണ്ടിയിട്ട് തൂക്കി റെഡിയല്ലേ? അങ്ങനെ കേരള വിഷൻ ഗോൾഡ് സോൺ കൺട്രി നമ്മുടെ തൃശ്ശൂർ പൂത്തോൾ റോഡിലുള്ള നന്ദിലത്ത് ജിമാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കൂട്ടുകാർക്കൊപ്പം ഹലോ സുഖമായിരിക്കണം. അങ്ങനെ നമ്മുടെ നന്ദിലത്തിൽ എത്തിയപ്പോഴേക്കും മാനേജർ തന്നെ ഫ്രണ്ടിലുണ്ടായിരുന്നു. പേര് ഷൈൻ. ഓക്കെ, ഇപ്പൊ വേൾഡ് കപ്പ് ഓഫറൊക്കെ നടക്കുകയാണല്ലോ, കാണുന്നുണ്ട്. എന്തൊക്കെയാണ് വേൾഡ് കപ്പ് ഓഫറുകൾ ഇപ്പൊ തൃശ്ശൂര്? ഫുട്ബോൾ ഗോഡിക്കൂ, ഫുട്ബോൾ നേടൂ, ടിവികളാണ്. ടിവിക്കൊക്കെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ടോ? 70% ഡിസ്കൗണ്ട് ഉണ്ട്. എത്ര? അപ് ടു 75%. 70%. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10,000-നകത്ത് തന്നെ ഒരു ടി വി വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുമല്ലോ. പറ്റും. നമുക്ക് 8,900 ഓഫറുള്ള ടിവികളുണ്ട്. സ്മാർട്ട് ടി വി ആണോ? 8,900 സ്മാർട്ട് ടി വി നന്ദിലത്തിലേക്ക് വന്നോളൂ അല്ലേ? ഗോൾ അടിക്കൂ, ഫുട്ബോളും കൊണ്ടുപോകാൻ, ടിവിയും കൊണ്ടുപോകാം, കളിയും കാണാം. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടുത്തെ കൂട്ടുകാർക്കിടയിലേക്ക് സഞ്ചരിക്കുകയാണ്. അർജന്റീനയുടെ ആരാധകർ വീണ്ടും അങ്ങനെ നമ്മുടെ ഷൂട്ടൗട്ട് മത്സരത്തിലേക്ക് പോവുകയാണ്. ഇന്ന് വലിയ സന്തോഷത്തോട് വരുന്നുണ്ട് അർജന്റീനയുടെ. ഇത് ഭയങ്കര വെറൈറ്റി ആണ്. പേരെങ്ങനെയാണ്? നിഹാസ്. ഇത് ഈ ടീഷർട്ട് വളരെ വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. ഇത് അർജന്റീന തേർഡ് കിറ്റ് ആണ്. 3 കിറ്റ് ഉണ്ട്. അവരെ ഹോം, പിന്നെ അവേ, പിന്നെ അവരെ തേർഡ് കിറ്റ്. പക്ഷെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞ കളി സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച് ഇപ്പൊ സെമിഫൈനൽ. അതായത് ഈ കുറെ കാലമായിട്ട് എതിർ ടീമുകൾ കംപ്ലീറ്റ് അർജന്റീനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അതായത് ഒഫീഷ്യൽസ് കൂടെ കളിക്കുന്നു, അല്ലെങ്കിൽ റഫറി കൂടെ കളിക്കുന്നു. ഇന്ന് ഈ കളിയിൽ എന്താണ് പറയാനുള്ളത് മറ്റുള്ളവരോട്? 3-1. എനിക്ക് അർജന്റീനയുടെ ഫസ്റ്റ് ഗോളിൽ തന്നെ മനസ്സിലാക്കാം. അവരും ബോക്സിന്റെ പുറത്തുനിന്ന് ഗോൾ അടിച്ച്. അത് തന്നെ ഏറ്റവും വലിയ വിജയം. ഐ മീൻ ഇപ്രാവശ്യത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾസ് ആണ് വേൾഡ് കപ്പ് 2026. സോ അത് മാത്രം മതി, വേറെ ഒന്നും പറയാനില്ല. ഇത്രയൊക്കെ ഉള്ളൂ. മറ്റുള്ളവർക്ക് ഹേറ്റേഴ്സിനുള്ള മറുപടി ഇതാണ്. ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഫസ്റ്റ് ഗോൾ അത് കണ്ടാൽ മതി.
ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഗോളിലേക്ക് പോവുകയാണ്. ഓ ജസ്റ്റ് മിസ്, പക്ഷെ ഗോൾ പോസ്റ്റിൽ കൊണ്ട് അത് പുറത്തേക്ക് പോയി. ഓക്കെ, അടുത്ത നമ്മുടെ ഒരു കൂട്ടുകാരൻ എത്തിയിട്ട് നമ്മുടെ ദന്തിലത്തിലെ ഏത് വിങ്ങിലെ സ്റ്റാഫാണ്? ഞാൻ അപ്ലയൻസിലെ പേര് ഗോഡ്സൺ. ഓക്കെ, ഏത് ടീമിന്റെ ആരാധകനാണ്? അങ്ങനെ ടീമും അങ്ങനെ നമ്മളങ്ങനെ പിന്തുണയ്ക്കണമെന്നില്ല, എന്നാലും നമുക്ക് അർജന്റീന കപ്പടിച്ച് കാണണമെന്നൊരു ഒരു കുട്ടിക്കാലം തൊട്ടേയുള്ള മലയാളികളുടെ അല്ലേ? മെസ്സിനെ ഇഷ്ടമാണ്, അത് കാരണം അർജന്റീന കപ്പെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു CR7? CR7 അത് ഓരോരുത്തരല്ല, എനിക്ക് മെസ്സിനെയാണ് ഇഷ്ടം. നമുക്ക് മെസ്സിനെയാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ മെസ്സി ആരാധകർ ഇന്നിപ്പോ അർജന്റീനയുടെ പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്, പലരെയും അടച്ചുകൊണ്ടിരിക്കുകയാണ്. മെസ്സി ആരാധകരും മെസ്സിയും സംഘവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗോൾ കാണാം. ഗോഡ്സൺ ആണ് അടുത്ത ഗോൾ പോസ്റ്റിലേക്ക് ലക്ഷ്യം വെക്കുന്നത്. ഓ, ഇന്ന് എല്ലാവരും പോസ്റ്റിലടിച്ച് കളയാണ്. അർജന്റീന കഴിഞ്ഞ കളി ജയിച്ചതിന്റെ ആവേശത്തിൽ എല്ലാവരും മതിമറന്ന് കളി മറക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല. അടുത്ത കൂട്ടുകാരൻ എത്തിയിട്ട് പേര് ജിതിൻ. ജിതിൻ ഏത് സെക്ഷനാണ് ഇവിടെ? അപ്ലയൻസിൽ. ഓക്കെ, ഈ വേൾഡ് കപ്പിൽ ആരുടെ പക്ഷമാണ്? അർജന്റീനയാണ്, മെസ്സി ഫാനാണ്. മെസ്സി ഫാനാണ്, ഒന്നും പറയാനില്ല. മറ്റുള്ള എല്ലാവർക്കും വിട്ട് മെസ്സി ഫാനും മെസ്സിയും കൂട്ടരും ചേർന്ന് എല്ലാവരും കൂടി ഉറപ്പായിട്ടും ഇതുവരെയുള്ള ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടല്ലോ. ഈ കഴിഞ്ഞ കളിയോടുകൂടി എന്താണ് അവരോട് പറയുന്നത്? അത് കുശുംബെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വീണ്ടും കുശുമ്പിനുള്ള മരുന്ന് വാങ്ങി വെച്ചോളൂ, കാരണം ഇനി കുശുമ്പ് കൂടാൻ വഴിയുണ്ട് ഉറപ്പായിട്ടും. ഇതൊക്കെയാണ് അർജന്റീന ഫാൻസിന് പറയാനുള്ളത് മറ്റുള്ളവരോട്. അർജന്റീനൻ ആരാധകർ കംപ്ലീറ്റ് ആഘോഷത്തിമിർപ്പിൽ കളി മറന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, അടുത്ത കളിയിൽ ഇറങ്ങാനുള്ളതാണ്. ചങ്ങാതി പേര്? വിഷ്ണു എന്നാണ്. വിഷ്ണു, ഇതിപ്പോ എന്താണ് അർജന്റീനയുടെ കഴിഞ്ഞ കളി അർജന്റീന എല്ലാരെയും വയടപ്പിച്ചുകൊണ്ട് ജയിച്ചതോടുകൂടി കളി മറക്കുകയാണോ? ഇപ്പൊ ഒരു ഗോൾ ഒന്നും പറഞ്ഞില്ല, എല്ലാം വന്നത് അർജന്റീന ആരാധകരാണ്. ഫുള്ള് പുറത്തേക്കാണ് ബോൾ അടിക്കുന്നത്. എല്ലാവരും ആവശ്യത്തിലല്ലേ, ആവേശത്തില് അതുകൊണ്ടായിരിക്കും ചില പുറത്തേക്ക് പോകുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ച് ഒരു ഗോൾ എത്തിച്ചൂടെ? അർജന്റീനയുടെ ആ ഒരു വിജയം നമുക്ക് ഇവിടെ കാണണ്ടേ? ഓക്കെ, ശരിക്കും അർജന്റീനയുടെ ആരാധകനാണ്, മെസ്സി ആരാധകനാണ്. മറ്റുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, 2022 തൊട്ട് കരയാൻ തുടങ്ങിയതാണ് എല്ലാവരും. ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കും. ഇനി അടുത്ത വേൾഡ് കപ്പിന് കരയാം. കർച്ചീഫ് വാങ്ങി വെച്ചോളൂ. പറ്റിയാല അർജന്റീന തന്നെ ഒരു കർച്ചീഫ്, പടമുള്ള കർച്ചീഫ് വാങ്ങി വെച്ചോട്ടെ. കൂടുതൽ സങ്കടം വരും, വീണ്ടും ഉപയോഗിക്കാം. അല്ലെ വെറുതെ പോക്കറ്റിൽ ഇരുന്ന് നാശാവണ്ട. അർജന്റീനയുടെ ആരാധകർ വീണ്ടും ആവേശം ഉയർത്തിയിരിക്കുകയാണ് തൃശ്ശൂരിൽ. അപ്പൊ ആഘോഷത്തിന്റെ ആലസ്യമൊക്കെ മാറ്റി വീണ്ടും കളിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യ ഗോള് പിറന്നിരിക്കുകയാണ് അർജന്റീനയുടെ ആരാധകന്റെ കയ്യിൽ നിന്ന്, നമ്മുടെ നന്ദിലത്ത് മാട്ടിൽ. നമ്മുടെ മാനേജർ എത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനയുടെ കഴിഞ്ഞ വിജയത്തോടു കൂടി എല്ലാവരും ഒരു ആലസ്യത്തിലേക്ക്, ആഘോഷം തിമിർപ്പിലേക്ക്, ഒരു ആലസ്യത്തിലേക്ക് പോയോ, ഗോളടിക്കാൻ മറന്നോ എന്നൊക്കെ പേടിച്ചു പോയി. പക്ഷെ ആള് വന്ന് ഗോൾ അടിച്ചു കളഞ്ഞുണ്ട്. ഏക ഗോൾ അടിച്ചു പൊളിച്ചു. നിങ്ങൾ ഭയങ്കര വിജയുടെ ആരാധകനാണെന്നൊക്കെ അറിഞ്ഞു. വിജയുടെ ആരാധകർ ഇപ്പൊ ഇന്ത്യ മുഴുവൻ ആവേശമായി പടരുന്ന ഒരു ടൈം കൂടെ ആണല്ലേ? പുള്ളി പിന്നെ എല്ലാവർക്കും ആവശ്യം നൽകുന്ന ഒരാളാണ്. നല്ലൊരു ഭരണം കാഴ്ചവെച്ചിരിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. വിജയെ കണ്ട് മറ്റു സംസ്ഥാനങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. കുറെ പേര് പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ വിമർശിച്ച ആൾക്കാർ, അത് അയാൾ തന്നെ മതിയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വിജയുടെ സിനിമ ഇറങ്ങാൻ പോകണല്ലോ, 24-ാം തീയതി ഇറങ്ങുന്നു പറയുന്നുണ്ട്. നല്ലൊരു പടം വിചാരിക്കുന്നു. അടിപൊളി. ഇതേ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കിടയിൽ നിന്ന് തൽക്കാലം നന്ദിലത്ത് ജിമാട്ടിൽ നിന്ന് തൃശ്ശൂരിന്റെ അടുത്ത ഭാഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. കേരള വിഷൻ ഗോൾ സോൺ കൺട്രി റോഡ് ഷോ.